students, welcome back to Bosco Campus Vision. In the previous session, we discussed about trust, its meaning, definition, and the main parties involved in a trust. So now we are moving on to the next type of business entity, that is joint stock company. So in this session, we will look into the meaning, advantages and disadvantages of a joint stock company. So a joint stock company is a voluntary association of persons to carry on the business. It is a business owned by its investors, with each investor owning a share based on the amount of stock purchased. A joint stock company is a business owned collectively by its shareholders. So joint stock company എന്ന് പറയുന്നത് ഒരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഫോം ചെയ്യുന്ന ഒരു ബിസിനസ് എൻറ്റിറ്റി ആണ്. സോ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴിയാണ് ഈ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ഓരോ മെമ്പേഴ്സും ഏറ്റെടുക്കുന്നത്. സോ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് അവർ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നത് ഷെയർസിൻ്റെ ബേസിസിലാണ്. അതായത് ഓരോ വ്യക്തിയും വാങ്ങിക്കുന്ന ഷെയറിനെ കൂട്ടി വെച്ചിട്ടാണ് ഇവർ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നത്. സോ ഇപ്പം 1,00,000 രൂപയാണ് ക്യാപിറ്റലെങ്കിൽ ചിലപ്പോൾ 1000 രൂപയുടെ 100 ഷെയർ വിറ്റിട്ടാണ് ഇവർ ഈ ഒരു 1,00,000 രൂപ എന്ന ക്യാപിറ്റൽ അക്യൂർ ചെയ്യുന്നത്. സോ ഓരോ ഷെയറിനും 1000 രൂപ കൊടുത്ത് ഈ 100 ഷെയർ വാങ്ങുന്ന വ്യക്തികളെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. A joint stock company is an association of persons who contribute money which is called capital for some common purpose. The proportion of capital to which each member is entitled in his share and every member holding such share is called shareholders, and the capital of the company is known as share capital. സോ നേരത്തെ പറഞ്ഞ പോലെ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് കമ്പനി ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷെയർ വാങ്ങുന്ന വ്യക്തികളെ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഷെയർ കൊണ്ട് റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഷെയർ ക്യാപിറ്റൽ എന്നും കൂടിയാണ് പറയുന്നത്. സോ നേരത്തെ കമ്പനീസ് ആക്ട് 1956 പ്രൊവിഷൻ്റെ ബേസിലാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി റൺ ചെയ്തിരുന്നത്. ഇപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തു. കമ്പനീസ് ആക്ട് 2013 ബേസിസിലാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് ഇതിൻ്റെ ആക്ച്വൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. ഇതിൻ്റെ കാര്യങ്ങൾ, അതായത് മാനേജ്മെൻറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. സോ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ഇവർ കോൺട്രാക്ട്സ് ഫോം ചെയ്യുന്നതും പ്രോപ്പർട്ടീസ് വാങ്ങുന്നതും എല്ലാം ഈ കമ്പനിയുടെ പേരിലാണ്. കമ്പനിക്ക് നമുക്കൊരു പേഴ്സണ് സിഗ്നേച്ചർ ഉള്ളതുപോലെ തന്നെ ഈ കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടാവും. സോ ഡോക്യുമെൻസിലെല്ലാം ഈ സീലാണ് അതിൻ്റെ ഒരു അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞു പോയ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് 2013 പ്രൊവിഷൻ്റെ ബേസിസിലാണ് ഈ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. കമ്പനിക്ക് ഒരു കോമൺ സീലുണ്ട്. അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് അവരുടെ ഷെയർസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും അവർക്കത് വിൽക്കാം. ഈ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലാണ്. എന്നിരുന്നാലും മാനേജ്മെൻറ്റ്, ഒരു കമ്പനി മാനേജ് ചെയ്യുന്നത് അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. സോ ഇതൊക്കെ തന്നെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെയിൻ മീനിങ്ങും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ മെയിൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. The first advantage is limited liability. The liability of members of a joint stock company is limited to the extent of shares held by them. സോ ഒരു മെമ്പർ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ ബേസിസിലാണ് അവരുടെ ലയബിലിറ്റിയും ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലിമിറ്റഡ് ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ ഒത്തിരിയധികം ഇൻവെസ്റ്റേഴ്സിനെ ഒരു കമ്പനിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ലിമിറ്റഡ് ലയബിലിറ്റി ഈസ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. നെക്സ്റ്റ് ഇസ് പെർപച്വൽ എക്സിസ്റ്റൻസ്. A company is an artificial legal person created by law which has its own dependent legal status. Its existence is not affected by the death or insolvency of its members. സോ നമ്മൾ നേരത്തെ പറഞ്ഞ മീനിങ്ങിൽ പറഞ്ഞതാണ്, ഒരു കമ്പനി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ അതിൽ ഒരു മെമ്പറിൻ്റെയോ ഷെയർ ഹോൾഡറിൻ്റെ ഡെത്തോ ഇൻസോൾവൻസിയോ ഒന്നും കമ്പനി എഫക്റ്റ് ചെയ്യില്ല. അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. Next is large scale operation. The capacity of corporate organizations to raise the fund is comparatively high, which provide capital for large scale operations. Hence opens the scope for expansion.
സോ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. നേരത്തെ 1,00,000 രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. 1,00,000 രൂപയല്ല ഒരിക്കലും ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, കോടിക്കണക്കിന് രൂപയാണ്. സോ ഇത്രയും ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടും സാധിക്കും. Next is transferability of shares. In a joint stock company, it is easy to transfer shares to anyone, but the same is not permitted to private limited company. സോ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മെയിനായിട്ടും 2 ടൈപ്പ് ഉണ്ട്. പബ്ലിക് ലിമിറ്റഡും ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡും ഉണ്ട്. സോ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിലെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർസ് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കേസിൽ ഷെയർസ് അങ്ങനെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. സോ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കേസിൽ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ബിക്കോസ് അയാൾക്ക് ആ കമ്പനിയിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ ആ ഷെയർ മറ്റൊരാൾക്ക് വിറ്റ് അദ്ദേഹത്തിന് അതിൽ നിന്നും മാറാവുന്നതാണ്. Next is raising of fund. It is easy to raise a large amount of fund as the number of persons contributing to the capital are more. സോ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ ഫണ്ട് റേസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ അവർക്ക് എക്സ്ട്രാ ആയിട്ട് ഫണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് ഷെയർസും കൂടി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ക്യാപിറ്റൽ എക്സ്പാൻഡ് ചെയ്യാനും അതുവഴി ഫണ്ട് റേസ് ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് ഇസ് സോഷ്യൽ ബെനിഫിറ്റ്സ്. ഇറ്റ് ഓഫർ എംപ്ലോയ്മെൻറ്റ് ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രൊമോഷൻ ഓഫ് വേരിയസ് ആൻസിലറി ഇൻഡസ്ട്രീസ് ആൻഡ് ഇറ്റ് ഓൾസോ ഡൊണേറ്റ്സ് മണി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ്. സോ സോഷ്യൽ ബെനിഫിറ്റും ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാർക്ക് അത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകാറുണ്ട്. അതുപോലെ തന്നെ അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണെങ്കിലും പല കമ്മ്യൂണിറ്റീസിനാണെങ്കിലും സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ സോഷ്യൽ ബെനിഫിറ്റാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വഴി കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. So these are some of the main advantages. Next we will look into some of the disadvantages or limitations of joint stock company. First one is formation is not easy. സോ നമ്മൾ ഇതുവരെ കണ്ട ബിസിനസ് എൻറ്റിറ്റീസ് എല്ലാം തന്നെ ഈ ഫോർമേഷൻ ഈസി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ കണ്ടത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ വന്നപ്പോഴാണ് നമ്മൾ ഫോർമേഷൻ ഇസ് നോട്ട് ഈസി എന്നൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കാണുന്നത്. സോ അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസും ഡിഫിക്കൽട്ടീസും ഒക്കെ കടന്നു പോയതിന് ശേഷം മാത്രമേ നമുക്കൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒത്തിരി ലീഗൽ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും ഉള്ളൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോർമേഷൻ വളരെ ഈസി അല്ല. നെക്സ്റ്റ് ഇസ് ഡബിൾ ടാക്സേഷൻ. In case of joint stock company, firstly, company needs to pay tax for the earned profits and again the shareholders are taxed for the earned income. സോ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിന് ഡബിൾ ടാക്സേഷൻ ആണ്. അതായത് കമ്പനി ഇൻകം ഏൺ ചെയ്യുമ്പോൾ അവരൊരു ടാക്സ് അടയ്ക്കണം, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സും അതിന് ടാക്സ് അടയ്ക്കണം. സോ ഡബിൾ ടാക്സേഷൻ ആണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച്. ഇതെന്ന് പറയുന്നത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. നെക്സ്റ്റ് ഇസ് കൺട്രോൾ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കമ്പനിയുടെ ഓണേഴ്സായ ഷെയർ ഹോൾഡേഴ്സ് തന്നെ അവരുടെ ഇടയിൽ നിന്നാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തീരുമാനിക്കുന്നത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് പിന്നെ കമ്പനി മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. സോ ഈ എലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ചിലപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ ഷെയർ ഹോൾഡേഴ്സിനെ നിരസിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ചിന്തിക്കാം ഇപ്പോൾ കമ്പനി മാനേജ് ചെയ്യാനായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, സോ അതിൽ നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അവർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനൊന്നും വെക്കാറില്ല. സോ ഇതെന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് ഒരു മേജർ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, എങ്കിലും ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി മുമ്പോട്ട് പോവുകയുള്ളൂ. Next is excessive government control. A company has to comply with the provisions of several acts and the non-compliance of which can cause a company heavy penalty. This affects the smooth functioning of a company. സോ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഗവൺമെൻറ് കൊണ്ടുവരുന്ന പല പ്രൊവിഷൻസും പല ആക്ട്സും ഇവർക്ക് ലീഗലി കംപ്ലൈ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഇവരത് പാലിച്ചില്ലെങ്കിൽ ഇവർക്ക് ഹൈ പെനാൽറ്റീസ് ഗവൺമെൻറ് ചാർജ് ചെയ്യാറുണ്ട്. സോ എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ റൂൾസും പ്രൊവിഷൻസും ആക്ട്സും എല്ലാം ഫോളോ ചെയ്യേണ്ടത് ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ അവർക്ക് പെനാൽറ്റിയും ഫൈനും ചാർജ് ചെയ്യുന്നതാണ്. And the last one is delay in policy decisions. All the legal and procedural formalities which are required to fulfill before making policies of the company delay the policy decisions.
സോ കമ്പനിക്ക് കമ്പനിയുടേതായ പോളിസീസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അവർക്ക് ഈ പോളിസീസ് വെക്കാൻ പറ്റിയെന്ന് വരില്ല. അഥവാ അവർക്ക് അതിനുള്ള സാങ്ഷൻ ലഭിച്ചാൽ തന്നെ ഈ ലീഗൽ പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ധാരാളം ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് ഈ ഒരു പോളിസി ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുക. സോ ഈ പോളിസി ഡിസിഷൻസ് എടുക്കുന്നതിൽ വരുന്ന ഡിലേ എന്ന് പറയുന്നത് മറ്റൊരു മേജർ ലിമിറ്റേഷൻ ആണ്. So these are some of the major advantages and disadvantages of a joint stock company. So in this session we discussed the basic meaning, features, advantages and disadvantages of a joint stock company. Hope all are clear with the topic. Thank you.